പതിവ് പോലെ മദീനത്തെ പള്ളിയിൽ സുബ്ഹ് നിസ്കാരത്തിൻ്റെ ബാങ്ക് മുഴങ്ങി. ഊടുവഴികളിലൂടെ സ്വഹാബത്തെ കിറാം ഓരോരുത്തരും മദീന പള്ളിയിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പള്ളിയിൽ ഒരു ചർച്ച നടക്കുന്നത്. ത്വൽഹ റളിയല്ലാഹു അൻഹുമായി ചുറ്റിപ്പറ്റിയുള്ള ചർച്ചയാണ്. ചർച്ചക്കു കാരണം തലേ ദിവസം ത്വൽഹ റളിയല്ലാഹു അൻഹു തങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ ഉറക്കിലൊരു സ്വപ്നം കാണുകയാണ്. നേരത്തെ വലിയ ഗോത്രത്തിൽപ്പെട്ട രണ്ടാളുകൾ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുകയും ഒരേ ദിവസം ഒരേ സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. രണ്ടുപേരും ഒരു നാട്ടുകാർ, ഒരു ഗോത്രക്കാർ, ഒരേ സമയം ഇസ്ലാമിലേക്ക് വന്നവർ. അതിലൊരാൾ നല്ല ധീര യോദ്ധാവായിരുന്നു. അദ്ദേഹം ഇസ്ലാമികമായ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തു, ഷഹീദായി. തൊട്ടടുത്ത വർഷം, ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തോട് കൂടെ വന്നിരുന്ന വ്യക്തി മരണപ്പെട്ടു പോയത്. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ സ്വപ്നം മഹാനവർകൾ സ്വർഗത്തിന്റെ കവാടത്തിനരികെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്നുള്ള ഒരു മാലാഖ പുറത്തു വന്ന് രണ്ടാമത് സ്വാഭാവികമായി മരണപ്പെട്ട മനുഷ്യനെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നു. ശേഷം ആദ്യം മരണപ്പെട്ട ഷഹീദായ മനുഷ്യനെയും സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്. പിന്നീട് വന്ന് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് മലക്ക് പറഞ്ഞു, നിങ്ങൾക്ക് വരാനായിട്ടില്ല, കുറച്ച് സമയം കൂടെയുണ്ട് എന്ന്. ചർച്ചക്കു കാരണം രണ്ടാമത് മരണപ്പെട്ട മനുഷ്യനെ എന്തുകൊണ്ട് ഷഹീദായി മരിച്ച മനുഷ്യനേക്കാൾ മുന്തിച്ചു എന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകളിൽ പരിചയപ്പെടുത്തിയതും ഫളായിലുകൾ പറഞ്ഞതുമാണ് ഷഹീദായി മരിച്ച മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട് എന്ന്. എന്നാൽ അദ്ദേഹത്തെ ആദ്യമായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഈ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞു. ചർച്ചക്ക് പരിഹാരത്തിനായി അവർ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ വിഷയം വളരെ അത്ഭുതകരമായ രൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഇത്ര അത്ഭുതം കൂറുന്നത്? രണ്ടാമത് മരണപ്പെട്ട ആ മനുഷ്യൻ റമളാൻ, ഈ മനുഷ്യൻ മരണപ്പെട്ടതിനു ശേഷം ഒരു റമളാൻ അദ്ദേഹത്തിന് ലഭിച്ചില്ലയോ? ഫസാമഹു, ആ റമളാനിൽ അദ്ദേഹം നോമ്പനുഷ്ഠിച്ചില്ലയോ? വസല്ലാ കദാ വകദാ, ഇന്ന നിസ്കാരങ്ങളൊക്കെ അദ്ദേഹം നിസ്കരിച്ചില്ലയോ? അദ്ദേഹം ഒരുപാട് നിസ്കാരം നിർവഹിച്ചു. ഒരു വർഷത്തെ റമളാൻ ഈ മനുഷ്യന് ലഭിച്ചതുകൊണ്ട് അള്ളാന്റെ റസൂൽ പറയാണ്, ഈ രണ്ടാളുകളുടെയും ഇടയിലുള്ള ഡിഫറൻസ് എത്രയാണെന്നറിയോ? മാ ബൈന സമാഇ വൽ അർള്, ആകാശഭൂമികളുടെ ഡിഫറൻസ് ഉണ്ട് എന്ന് സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു റമദാൻ നമുക്ക് ലഭിക്കുക എന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇന്നലകളിൽ ഇല്ലാതിരുന്നവർ റമദാനിന്റെ തൊട്ടു മുന്നേ നമ്മുടെ നാട്ടിൽ പോലും മരണം നടന്നില്ലേ? ഈ വിശുദ്ധ റമദാൻ അവർക്കൊന്നും ലഭിച്ചില്ലല്ലോ. നമുക്ക് അല്ലാഹു തആല ആരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടെ ഒരു റമദാൻ കൂടെ നല്ല നിലയിൽ സ്വീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയില്ലയോ? അതുകൊണ്ട് നമ്മൾ റമദാൻ കിട്ടിയതിൽ അല്ലാഹുവോട് ശുക്ർ രേഖപ്പെടുത്തണം. അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറയണം. എല്ലാവരും ഒന്ന് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാൻ, ആ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു
റമദാൻ ഒരാൾക്ക് ലഭിക്കുമ്പോഴേക്ക് അയാളുടെ പദവി എത്രയാണ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്? വിശുദ്ധ റമദാൻ കിട്ടിയാൽ എന്തുകൊണ്ടാണ് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്നത്? ആ റമദാൻ മുഴുവനും ആരാധനയ്ക്ക് വേണ്ടി ജനങ്ങൾ മാറ്റിവെക്കുന്നു. അതിന് അല്ലാഹു സംവിധാനം ഏർപ്പെടുത്തുന്നു. മാത്രമല്ല അവർ റമദാനിൽ അല്ലാഹു തആല ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഹബീബായ തങ്ങൾ അവിടെ നിന്ന് പറയാണ്, ലൗ യഅലമുൽ ഇബാദു റമദാൻ എന്താണെന്ന് എന്റെ അടിമകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലതമന്നതു ഉമ്മതി അൻ തകൂന സനതു കുല്ലുഹാ റമദാൻ, വർഷം മുഴുവനും റമദാനായാൽ മതിയായിരുന്നു എന്ന് എന്റെ അടിമകളിൽ ഓരോരുത്തരും കൊതിച്ചു പോകുമേ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ റമദാനിനെ യഥാർത്ഥത്തിൽ കൃത്യമായി വിലയിരുത്താത്തത് കൊണ്ടാണ് പലപ്പോഴും നോമ്പ് നമുക്ക് ക്ഷീണമായി തോന്നുന്നത്. നോമ്പ് നോറ്റു കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമദാൻ കൊണ്ട് ഒരാൾക്ക്, ഒരു മുഅ്മിനായ മനുഷ്യന് നാളെയുടെ ലോകത്ത്, ആഖിറമാകുന്ന ലോകത്ത് അവൻ അല്ലാഹു തആല കൊടുക്കുന്ന പദവിയും അവൻ എത്തിച്ചേരുന്ന ഉന്നതമായ സ്ഥാനവും അവൻ അറിയാത്തത് കൊണ്ടാണ്. അതാണ് തങ്ങൾ പറഞ്ഞത്, അതിന്റെ കൃത്യമായ വിലയിരുത്തൽ ഓരോ മനുഷ്യനും നടത്തിയിരുന്നുവെങ്കിൽ, നാളെയുടെ ലോകത്തെ കുറിച്ച് അവന് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ, സ്വർഗീയമായ അല്ലാഹു സംവിധാനിച്ച സംവിധാനങ്ങൾ അവനെ കാത്തിരിക്കുന്ന എന്ന് പറയുന്ന ഹൂറുൽഈങ്ങളെ കുറിച്ച് അവൻ ഓർക്കുമായിരുന്നുവെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സംവിധാനിച്ച ഈ റമദാൻ അതവൻ മുതലാക്കുമായിരുന്നു. അതെല്ലാ ദിവസവും എനിക്ക് നോമ്പായാൽ, റമദാനായാൽ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവായാൽ എത്ര നന്നായിരുന്നേ എന്ന് ഓരോ മനുഷ്യനും കൊതിക്കുമായിരുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മൾ അതേക്കുറിച്ച് ബോധവാന്മാരല്ല. നമുക്കതങ്ങ് അബ്സോർബ് ചെയ്യാൻ, അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതേക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഈ ഭൗതികമായ ജീവിതത്തിൽ ഇങ്ങനെ കടന്ന് കളിക്കുകയാണ്. എന്നാൽ നമ്മിൽ ഓരോരുത്തരും അതിന്റെ വില മനസ്സിലാകുന്ന ഒരു സമയമുണ്ട്. ഏതാണെന്നറിയോ? നമ്മുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരും. ഇന്നല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ റൂഹ് പിടിക്കുന്ന സാഹചര്യത്തിൽ അസ്റായീൽ അലൈഹിസ്സലാം വരുമ്പോൾ ഓരോരുത്തരും പ്രതികരിക്കുന്ന പ്രതികരണം അത് ഖുർആൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും അസ്റായീലിനോട് പറയുന്നത്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജ്ലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. പടച്ച റബ്ബേ, എനിക്കൊരു ചെറിയ അവധി നീ നീട്ടിത്തരികയാണെങ്കിൽ ഞാൻ നല്ല മനുഷ്യനാവാം. എന്റെ സമ്പാദ്യങ്ങളൊക്കെ ചെലവഴിച്ച് നാളെ ആഖിറത്തിലേക്കുള്ള നിധി ഞാൻ സൂക്ഷിച്ചു വെക്കാം, അവിടേക്കുള്ള പാതയും ഞാൻ തയ്യാറാക്കാമെന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓരോരുത്തരും ഇസ്രായേലിന്റെ മുന്നിൽ പത്തി മടക്കിയിട്ട് സംസാരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ മുഫസ്സിരീങ്ങൾ പറയുകയാണ്, നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അതേതാ അവർ ചോദിക്കുന്ന സന്ദർഭമെന്നറിയോ? ഇലാ അജലിൻ ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു റമദാൻ. ആ റമദാൻ എനിക്കൊന്ന് തരുമോ എന്ന് ഓരോരുത്തരും അവനവന്റെ സകറാത്തിന്റെ സമയത്ത് ചോദിച്ചു പോകുമെന്നാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമുക്ക് കിട്ടിയ റമദാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നന്നായി നമ്മൾ ഇബാദത്ത് ചെയ്യണം. അപ്പൊ നമ്മളെല്ലാവരും തിരിച്ചറിയും, വിശുദ്ധ റമദാൻ അതെനിക്ക് വലിയ ആത്മീയ അനുഭൂതി നൽകുന്ന സമയമായിരുന്നു, അതൊന്ന് മുതലാക്കിയാൽ മതിയായിരുന്നു എന്ന്. നമുക്ക് അനുഗ്രഹം കിട്ടുമ്പോ നമുക്ക് വേണ്ടതൊക്കെ നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കൂല. അങ്ങനെയാണല്ലോ അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളൊക്കെ നമ്മിൽ നിന്ന് പിൻവലിക്കപ്പെടുമ്പോഴാണ് അതേക്കുറിച്ച് അങ്ങനെയായാൽ ഇങ്ങനെയായാൽ അതിന്റെ കയ്യിലുണ്ടായാൽ എന്ന് നമ്മൾ ചിന്തിക്കാറുള്ളത്. അല്ലാഹു തആല ഈ റമദാനെ കൃത്യമായും ജീവിതത്തിൽ റമദാനെ നമ്മൾ ഉപയോഗപ്പെടുത്തി ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി ആഖിറത്തിലേക്ക് ഒരുപാട് അമലുകൾ നമുക്ക് സൂക്ഷിക്കാനുള്ള റമദാനായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ റമദാൻ
നമ്മിലേക്ക് ആഗതമായാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാ സഹോദരങ്ങളെ, അത് മരണ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നേയുള്ളൂ. എന്തെല്ലാം വലിയ ആനുകൂല്യങ്ങളാ ലഭിക്കുന്നത്. ഹബീബായ തങ്ങൾ പറയാണ്, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ, ഏതെങ്കിലും ഒരു നന്മ ഒരാൾ പ്രവർത്തിച്ചാൽ കാന കമൻ അദ്ദാ ഫരീദതൻ ഫീമാ സിവാ, അവൻ റമളാൻ അല്ലാത്ത സമയത്ത് എടുക്കുന്ന ഒരു സുന്നത്തിന് അതേ റമളാനിൽ ഫർദിന്റെ കൂലിയായി അല്ലാഹു ഉയർത്തുകയാണ്. ഇനിയോ ഒരു ഫർദ് നിസ്കരിച്ചാൽ, ഒരു ഫർദ് അനുഷ്ഠിച്ചാലോ കാന കമൻ അദ്ദാ 70 ഫരീദതൻ ഫീമാ സിവാ, മറ്റു മാസങ്ങളിൽ ഒരു ഫർദ് അനുഷ്ഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതിനേക്കാൾ 70ഓളം ഇരട്ടി പ്രതിഫലമാണ് ഓരോ വക്തിലും നമുക്ക് ലഭിക്കുന്നത്. ആലോചിച്ചു നോക്ക്, ഇതിനും വലിയ നേട്ടം എത്രയാണ്. ഒരു ചെറിയ നന്മ ചെയ്താൽ അല്ലാഹു അതൊരു ഫർദിന്റെ കൂലിയായി നമ്മുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ, ആ മൊബൈലിൽ ഒരു മെസ്സേജ് വരികയാണ്, ഈ മാസത്തിനിടയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം റീചാർജ് ചെയ്യുകയാണെങ്കിൽ 84 വർഷം ഫുൾ ടോക്ക് ടൈം, 84 വർഷം ഫുൾ ടോക്ക് ടൈം വിത്ത് 5G അൺലിമിറ്റഡ് എന്നെങ്ങാനും വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഈ മാസം മുഴുവൻ നമ്മൾ കാത്തിരിക്കും. അതേതെങ്കിലും ഒരു രാത്രിയാണ് എന്ന് പറഞ്ഞാൽ ആ രാത്രി എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമെങ്കിൽ അല്ലാഹു പറയുന്നു, ഈ റമദാനിൽ നിങ്ങൾക്ക് അതുപോലെ അൺലിമിറ്റഡ് ആയി 84 വർഷത്തേക്കുള്ള ഇബാദത്തുകൾ എടുക്കാൻ ഈ മാസം അല്ലാഹു ഒരു ദിവസം സംവിധാനിച്ചിട്ടുണ്ട്. ഒരു ദിവസം മുഴുവനല്ല, ഒരു രാത്രി മാത്രമേ നമ്മൾ ഉറക്കൊഴിക്കേണ്ടതുള്ളൂ. പക്ഷേ അതേതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അത് ഈ മാസത്തെ മുഴുവനും ആദരിക്കാൻ വേണ്ടിയാണ്. അതാണ് ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പ്രതിഫലമുള്ള രാവാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതുപോലെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒട്ടനവധിയായ ഇബാദത്തുകൾ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ലാഭം കൊയ്തെടുക്കാൻ പറ്റുന്ന മാസമാണ് വിശുദ്ധ റമദാൻ. അതുകൊണ്ട് ഓരോ രാവും, ഓരോ പകലും, ഓരോ സെക്കൻഡും നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി ആഖിറത്തിലേക്ക് ഒരുക്കാനുള്ള ചിന്തയിലായിരിക്കണം ഞാനും നിങ്ങളും. അല്ലാഹു ആ ഒരു മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ. അത് ഏതൊരാൾക്കും കിട്ടുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഈ മാസത്തെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ആരെങ്കിലും എടുത്തോട്ടെ എന്നല്ല അല്ലാഹു തീരുമാനിച്ചത്, എല്ലാവരും എടുക്കട്ടെ. അതിനെന്ത് ചെയ്തു? ഇദാ ജാ റമദാൻ, റമദാൻ ആഗതമായാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു കൊടുക്കുന്നു. വഗൽഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങളൊക്കെ അടച്ചു വെച്ചു. വസുഖിറതിശ് ശയാത്തീൻ, ശൈത്താൻമാരെ ചങ്ങലക്കിട്ടു വെച്ചു. അവരാണല്ലോ നമ്മെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത്, അവനെ ബന്ധസ്ഥനാക്കി വെച്ചു. അതുകൊണ്ട് തന്നെ നന്മയുടെ കേന്ദ്രങ്ങളിലൊക്കെ ആളുകൾ നിറഞ്ഞുപോയി. തിന്മയുടെ കേന്ദ്രങ്ങളിൽ ആളുകൾ രാജിവെച്ച് ഇറങ്ങി പോരാൻ തുടങ്ങി. മാത്രമല്ല, അല്ലാഹു സംവിധാനിച്ച ഒരു സംവിധാനം, ഒരു മോട്ടിവേഷനായിക്കൊണ്ട് ഒരു മലക്കിനെ അല്ലാഹു സംവിധാനിച്ചു. ആ മലക്ക് ഓരോ ദിവസവും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയൽ ശർരി അഖ്സിർ, ഓ നന്മ ചെയ്യുന്ന മനുഷ്യാ, നീ പള്ളിയിലേക്ക് അടുക്കൂ, സദഖയിലേക്ക് അടുക്കൂ, ഇഅ്തികാഫിലേക്ക് അടുക്കൂ, നല്ല സദസ്സുകളെ നീ നിർബന്ധമാക്കൂ. അങ്ങനെ നല്ലവനായി ജീവിച്ച് നാളെയുടെ ലോകത്ത് രക്ഷപ്പെടാൻ ഈ വഴിയൊരുക്കൂ എന്ന് ഓരോ ദിവസവും യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ എന്നൊരു മലക്ക് വിളിച്ചു പറയുമ്പോൾ അല്ലാഹ് വേറെ ഒരു മലക്കിനെ സംവിധാനിച്ചു. ആ മലക്ക് പറയുന്നത്, വയാ ബാഗിയൽ ശർരി അഖ്സിർ, ഓ തിന്മ ചെയ്യുന്ന മനുഷ്യ, നീ തിന്മയിലേക്ക് അടുക്കരുത് എന്ന് പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്കൊരു മോട്ടിവേഷനും കൂടെ നൽകുകയാണ്. ആത്മീയമായ ലോകത്ത്, നമ്മുടെ അർവാഹുകളുടെ ലോകത്ത് ഈ മോട്ടിവേഷൻ ആരൊക്കെ ലഭിച്ചോ അവരെല്ലാം നന്മയിലേക്ക് അടുക്കുകയാണ്.
അതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, തറാവീഹിനൊക്കെ ഖത്ം തീർക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ട്. അല്ലാഹു അത് നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അത് റമദാനല്ലാത്ത ഏതെങ്കിലും ഒരു മാസത്തിലാണ് ഉണ്ടായിരുന്നത് എങ്കിൽ എത്ര ആളുകൾ ഉണ്ടാവും? കാരണം പിശാചിനെ ചങ്ങലക്കിട്ട് വെച്ച് സ്വർഗം തുറന്നിട്ടുണ്ട്. ആ സ്വർഗത്തിലേക്ക് വിളിക്കാൻ ഒരാളെയും പറഞ്ഞയച്ചിട്ടുണ്ട്. അവന്റെ ആളുകളൊക്കെ നന്മയുടെ ആളുകളായി മാറുകയാണ്. അല്ലാഹു ഈ മാറ്റം റമദാൻ കഴിഞ്ഞാലും നമുക്ക് അല്ലാഹു സ്വായത്തമാക്കി തരട്ടെ. അതുകൊണ്ട് നമ്മുടെ ആഖിറമാകുന്ന ലോകത്തേക്കുള്ള നിധികുംഭമായി നിറക്കാൻ പറ്റുന്ന നമ്മുടെ ലഗേജിലേക്ക് എത്രയാണ് അമലുകൾ ചേർത്ത് വെക്കാൻ കഴിയുന്നത് അത്രയും ഓരോരുത്തരും ചേർത്ത് വെക്കേണ്ട മാസമാണ്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമുക്ക് കഴിയുന്ന ഹൈറായ പ്രവർത്തനങ്ങൾ മുഴുവനും ഞാൻ ചെയ്യണം, നന്മയിൽ ഭാഗമാക്കാവണം. നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കുകയും പ്രധാനമായും ജമാഅത്ത് തന്നെ പ്രതീക്ഷിച്ചു വരികയും ഒന്നാമത്തെ സഫിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം ഇമാം തക്ബീർ ചൊല്ലിയ ഉടനെ തന്നെ തക്ബീർ ചൊല്ലിയിട്ട് അതിന്റെ എല്ലാ പൂർണ്ണതകളും നേടിയെടുക്കാൻ ശ്രമിക്കണം. വിശുദ്ധ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആനിന്റെ വാർഷികാഘോഷം നടക്കുന്ന ദിവസങ്ങളാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഖുർആൻ നമ്മോട് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ആ ഖുർആൻ പാരായണം ചെയ്യുകയും ഖത്മ് ചേർക്കുകയും ചെയ്യണം. മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയാണ്, ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഉമ്മത്തിന് 2 നൂർ അല്ലാഹു നൽകിയിട്ടുണ്ട്. കൈലാ യദുറഹും ദുൽമത്താൻ, 2 പ്രയാസകരമായ അതിഭീകരമായ ഇരുട്ടിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആ 2 പ്രകാശം നൽകിയത്. മൂസാ നബി ചോദിക്കുകയാണ്, അല്ലാഹ് ഏതാണ് ആ 2 നൂറ്? നൂറു റമദാൻ വ നൂറുൽ ഖുർആൻ. ഒന്ന് റമദാനാകുന്ന നൂറാണ്, മറ്റൊന്ന് ഖുർആനാകുന്ന നൂറാണ്. ഉടനെ മൂസാ നബി ചോദിച്ചു, ഏത് ഇരുട്ടിൽ നിന്നാണ് അവരെ രക്ഷിക്കാനുള്ളത്? ഏത് ഇരുട്ടിൽ നിന്നാണ് അത് രക്ഷപ്പെടുത്തുന്നത് എന്ന ചോദ്യത്തിന് അല്ലാഹു പറഞ്ഞത്, ളുൽമത്തുൽ ഖബരി വ ളുൽമത്തു യൗമിൽ ഖിയാമാ. ഖിയാമത്ത് നാളിന്റെ ഇരുട്ടും ആരാരുമില്ലാതെ നമ്മൾ ചെന്ന് കിടക്കാനുള്ള ഖബറിന്റെ ഇരുട്ടുമാണ്. അവിടെ നമ്മെ എല്ലാവരെയും കാത്തു നിൽക്കുന്ന അതിഭീകരമായ രംഗങ്ങളുണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് റമദാൻ അല്ലാഹു നൽകിയത്, ഖുർആൻ നൽകിയത്. അതുകൊണ്ട് റമദാനിൽ ഖുർആൻ പാരായണം ചെയ്ത് ആ ഇരുട്ടുകളിൽ നിന്ന് മോചനം നേടേണ്ട ദിവസങ്ങളാണ്. അല്ലാഹു തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ. ദിക്റുകൾ കൊണ്ട് സജീവമാകണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ഹബീബായ തങ്ങൾ പ്രത്യേകമായും നമ്മോട് വർദ്ധിപ്പിക്കാൻ പറഞ്ഞുവല്ലോ, വസ്തഗ്ഫിറൂ ഫീഹി മിൻ 4 ഖിസാൽ. 4 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം വർദ്ധിപ്പിക്കണം. ഖസ്ലതൈനി തുർമൗന ബിഹിമാ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന 2 കാര്യങ്ങളും. വ ഖസ്ലതൈനി ലാ ഗിനാലക്കും അൻഹുമാ, 2 കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിയൂല, അങ്ങനെയുള്ള 2 കാര്യങ്ങളുമാണ്. ആ 4 കാര്യങ്ങൾ എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇത് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന 2 കാര്യങ്ങളാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമോ, അസ്അലുകൽ ജന്ന വ അഊദു ബിക മിനൻ നാർ. നരകത്തെ കാവലിന് ചോദിക്കുകയും സ്വർഗ്ഗപ്രവേശം ചോദിക്കുകയും ചെയ്യുക എന്ന് നമ്മൾ ചോദിക്കണം. അതിന്റെ ദിവസങ്ങളാണ്. അപ്പൊ ആ ദിക്ർ ഈ റമദാൻ കഴിയുന്നതിന് മുമ്പ് ഡയറി ഒരു 300 ഓരോരുത്തരും ചൊല്ലി ആ ജീവിതത്തിൽ നമ്മൾ ആ ദിക്റുമായി ഒരു ബന്ധമുണ്ടാക്കിയെടുത്ത് ആ ദിക്ർ കൊണ്ട് നാളെയുടെ ലോകത്ത് രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ദുആ അത് ധാരാളം വർദ്ധിപ്പിക്കണം, ദാനധർമ്മങ്ങൾ നൽകണം, അതുപോലെ നോമ്പ് തുറപ്പിക്കണം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ, മറ്റും സമയം കൊല്ലികളായ ഗെയിമുകൾ, റീലുകൾ, സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ, അതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കണം. അതിനെന്ത് വേണം? അല്ലാഹു എനിക്ക് നൽകിയ അവസാനത്തെ റമദാനാണിത് എന്ന ഒരു ബോധം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അടുക്കൽ വന്ന ഒരാൾ ചോദിച്ചില്ലേ, നബിയെ എനിക്ക് നിസ്കാരത്തിൽ ഖുശൂ ലഭിക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്റെ നിസ്കാരം അത് നല്ല ആത്മാർത്ഥതയോടെ നിർവഹിക്കപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത്, ഇദാ കുൻത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഈൻ.
നിസ്കാരം കഴിഞ്ഞാൽ ഇനി ഖബറിലേക്ക് പോവുകയാണ് എന്ന് ചിന്തിച്ച് നിസ്കരിച്ചോ. അതുപോലെ എനിക്ക് കിട്ടിയ ഈ റമദാൻ ഉണ്ടല്ലോ, അതെന്റെ അവസാനത്തെ റമദാനാ. ഇനി എനിക്കൊരു റമദാൻ വരില്ല എന്ന ബോധത്തോടെ ഈ റമദാൻ നല്ല ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി നമ്മുടെ ആത്മീയമായ ലോകത്തേക്കുള്ള ഏറ്റവും വലിയ പാതയായി ഒരുക്കി വെച്ചോ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ റമദാൻ അതെന്റെ അവസാനത്തെ റമദാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ അർഹിച്ച രൂപത്തിൽ സ്വീകരിച്ച് യാത്രയാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള വലിയ തൗഫീഖ് അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ.